Hello my dear students, welcome to EduZone, the commerce platform. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ പാർട്ടായ പാർട്ട്ണർഷിപ്പ് എന്ന ഭാഗമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം അത് അത്യാവശ്യം ഒരു വീഡിയോക്കുള്ളൊരു ടോപ്പിക് തന്നെ ഉണ്ട്. അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. കാരണം ഒരുപാട് എക്സാമിനൊക്കെ ചോദിച്ചതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പാർട്ട്ണർഷിപ്പ് എന്ന ഭാഗം, അതിന് ടൈപ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ്, ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ്, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻ വരാനുള്ള ഒരു ഭാഗമാണ് പാർട്ട്ണർഷിപ്പ്. അതുകൊണ്ട് നമുക്ക് ഇന്ന് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട്ണർഷിപ്പ് എന്താണെന്ന് ആർക്കെങ്കിലും അറിയോ? ഡിഫൈൻ പാർട്ട്ണർഷിപ്പ്. അതായത് നമ്മൾ പറയില്ലേ പാർട്ട്ണർഷിപ്പാണ്, അവർ പാർട്ട്നേഴ്സാണ് എന്നൊക്കെ പറയാം. അപ്പോൾ 1932 പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരം, ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരം പാർട്ട്ണർഷിപ്പിന് കൊടുത്ത ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് ദ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺ ഹൂ ഹാവ് അഗ്രീഡ് ടു ഷെയർ പ്രോഫിറ്റ് ഓഫ് എ ബിസിനസ് ക്യാരീഡ് ഓൺ ബൈ ഓൾ ഓർ എനി വൺ ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. എന്താ അങ്ങനെ പറഞ്ഞാൽ, അതായത് എല്ലാവരും ചേർന്ന് നടത്തുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടി ആരെങ്കിലും നടത്തുന്ന ബിസിനസ്സിൻ്റെ ലാഭം പങ്കിട്ടെടുക്കാൻ യോജിച്ചു തീരുമാനിക്കുന്നവർ. അതായത് എല്ലാവരും ഒരാൾക്ക് വേണ്ടിയോ ഒരാൾ എല്ലാവർക്കും വേണ്ടിയോ വർക്ക് ചെയ്ത് ബിസിനസ്സിൻ്റെ ലാഭം പങ്കിട്ടെടുക്കാമെന്ന് പറഞ്ഞ് നടത്തുന്ന ഒരു അഗ്രിമെൻ്റാണ് പാർട്ട്ണർഷിപ്പ്. ഓക്കെ, ദ പാർട്ട്ണർഷിപ്പ്, ദ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺ ഹൂ ഹാവ് അഗ്രീഡ് ടു ഷെയർ പ്രോഫിറ്റ്, ലാഭം പങ്കിടാമെന്നും, ഓഫ് എ ബിസിനസ് ക്യാരീഡ് ഓൺ ബൈ ഓൾ, എല്ലാവർക്കും വേണ്ടി, ഓർ എനി വൺ ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ, ഒരാൾ വർക്ക് ചെയ്തിട്ട്. അല്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ട് പാർട്ട്ണർഷിപ്പിൽ അങ്ങനെ തന്നെയാണല്ലേ. പാർട്ട്ണർഷിപ്പിൽ ക്യാഷ് ഒരുപാട് ആളുകൾ പാർട്ട്നേഴ്സായിട്ടുണ്ടാവും, പക്ഷേ എല്ലാവരും അതിൽ ഒരുമിച്ച് വർക്ക് ചെയ്തോളണമെന്നില്ല. പല വിധത്തിൽ പാർട്ട്നേഴ്സ് ഉണ്ട്, അത് നമുക്ക് വഴിയെ പഠിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഫീച്ചേഴ്സ് പഠിക്കാം. പാർട്ട്ണർഷിപ്പ് എന്താണെന്ന് പറഞ്ഞു അല്ലേ. ഫീച്ചേഴ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ്. ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് 2 or more person can form a partnership. 2 അതിലധികമോ ആളുകൾ കൂടി ചേർന്ന് ഫോം ചെയ്യാൻ പറ്റുന്നതാണ് പാർട്ട്ണർഷിപ്പ്. മിനിമം 2 ആൾ വേണം. നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ലയബിലിറ്റി ഓഫ് ഈച്ച് പാർട്ട്ണർ ഈസ് അൺലിമിറ്റഡ്. ഓരോ പാർട്ട്ണറുടെയും ബാധ്യത അൺലിമിറ്റഡ് ആണ്, അക്ലിപ്തമാണ്. അതായത് ഒരു പരിധി ഇല്ല എന്നാണ് പറഞ്ഞത്. കാരണം എത്രയാണോ ആ ബിസിനസ്സിൻ്റെ കടം, അത് ഓരോരുത്തരും അവരിറക്കിയ ഷെയറിനനുസരിച്ച് അവർ വീട്ടിൽ നിർബന്ധമാണ്. ഓക്കെ, അതാണ് ലയബിലിറ്റി ഓഫ് ഈച്ച് പാർട്ട്ണർ ഈസ് അൺലിമിറ്റഡ്. നെക്സ്റ്റ് പോയിൻ്റ്, പാർട്ട്നേഴ്സ് ഷെയർ ദി റിസ്ക് ഇൻ ദ ബിസിനസ് ആസ് എ ടീം. ഒരു ടീം എന്ന രൂപത്തിലാണ് അവർ റിസ്ക് ഷെയർ ചെയ്യുന്നത്. കാരണം നമുക്കറിയാം, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണെങ്കിൽ എന്ത് നഷ്ടം വന്നാലും എന്ത് റിസ്ക് വന്നാലും ഒറ്റയ്ക്ക് അനുഭവിക്കണം, വേണ്ടേ? അതേസമയം അവരുടെ റിസ്ക് ആയാലും നഷ്ടമായാലൊക്കെ അവർ ഷെയർ ചെയ്യാണ് പാർട്ട്ണർഷിപ്പിലൂടെ. ഓക്കെ, അടുത്തത് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കൺട്രോൾ. ഡിസിഷൻ ആർ ടേക്കൺ വിത്ത് മ്യൂച്വൽ കൺസെൻറ്റ്. എന്ത് തീരുമാനം എടുക്കണമെങ്കിലും സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണെങ്കിൽ എങ്ങനെയാണ്, അയാൾക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാം. വേണമെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, വേണമെങ്കിൽ ബിസിനസ് ക്ലോസ് ചെയ്യാം. പക്ഷേ ഡിസിഷൻ മേക്കിങ്ങിൽ ഉള്ള കാര്യങ്ങളൊക്കെ പാർട്ട്ണർഷിപ്പിൽ മ്യൂച്വൽ കൺസെൻറ്റാണ്. എല്ലാവരുടെ സമ്മതത്തോടും കൂടി മാത്രമേ നടത്താൻ പറ്റുകയുള്ളൂ. അടുത്തത് കണ്ടിന്യൂറ്റി. കണ്ടിന്യൂറ്റി എന്നാൽ ഡെത്ത്, റിട്ടയർമെൻറ്റ്, ഇൻസോൾവൻസി ഓർ ഇൻസാനിറ്റി ഓഫ് എനി പാർട്ട്ണർ ക്യാൻ പുട്ട് ആൻ എൻഡ് ടു ദി പാർട്ട്ണർഷിപ്പ്. അതായത് ഏതെങ്കിലും ഒരു പാർട്ട്ണർ മരിക്കുകയോ അല്ലെങ്കിൽ റിട്ടയർ ആവുകയോ ചെയ്താൽ ആ ബിസിനസ് ക്ലോസ് ആവും ഓട്ടോമാറ്റിക്കായിട്ട്. ഓക്കെ, അതായത് നമ്മുടെ ബിസിനസ്സിനൊരു തുടർച്ചയില്ല, കണ്ടിന്യൂറ്റി ഇല്ല. അതായത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് പോലെ തന്നെ, സോൾ ട്രേഡർ പോലെ തന്നെ പാർട്ട്ണർഷിപ്പിനൊരു കണ്ടിന്യൂറ്റി ഇല്ല എന്നാണ് പറയുന്നത്. അടുത്ത പോയിൻ്റ്, മെമ്പർഷിപ്പ്. മിനിമം 2 persons ആർ റിക്വയർഡ് ടു ഫോം എ പാർട്ട്ണർഷിപ്പ്. മിനിമം 2 ആളുണ്ടായാൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. മിനിമം 2 ആളാണ്, മാക്സിമം 20 ആളാണ് സാധാ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആണെങ്കിൽ. എക്സെപ്റ്റ് ബാങ്ക് എന്ന സ്ഥാപനം നടത്തുന്ന ഒരു പാർട്ട്ണർഷിപ്പ് ഫേം, അവർ നടത്തുന്ന ഒരു ബാങ്ക് ആണെങ്കിൽ
അവർക്ക് മിനിമം 10 ആളെ പാടുള്ളൂ. ബാങ്ക് പാർട്ണർഷിപ്പിന് 10 ആളും മാക്സിമം 10 ആളും, അല്ലാതെ ഏത് പാർട്ണർഷിപ്പ് ഒരു ബിസിനസ് നടത്തുകയാണെങ്കിലും മാക്സിമം 20 ആളും ആവാമെന്നാണ് ഒരു ഫീച്ചർ. അടുത്തത് മ്യൂച്വൽ ഏജൻസി, അതായത് ബിസിനസ് ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി വൺ ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. ബിസിനസ് എല്ലാവരും കൂടി ഒരുമിച്ച് നടത്തും, അല്ലെങ്കിൽ ഒരാൾ എല്ലാവർക്കും കൂടി നടത്തുന്നതാണ്. മ്യൂച്വൽ ഏജൻസി എന്ന രൂപത്തിലാണ് അവർ നടത്തുന്നത്. പാർട്ണർഷിപ്പ് ഒന്നുകിൽ എല്ലാവരും ഒരുമിച്ച് ബിസിനസ്സിൽ പങ്കാളികളായി ബിസിനസ്സിൽ വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ഒരാൾ എല്ലാവർക്കും വേണ്ടി ക്യാഷ് എല്ലാവരും ഇറക്കും, വർക്ക് ചെയ്യാൻ ഒരാൾ മാത്രം ഉണ്ടാവുകയുള്ളൂ. അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് നോ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ്. സ്വന്തമായിട്ടൊരു നിലനിൽപ്പ് പാർട്ണർഷിപ്പിനില്ല. കാരണം പാർട്ട്നേഴ്സും പാർട്ണർഷിപ്പ് ഫോമും ഒറ്റ വ്യക്തി എന്ന നിലയിലാണ് മുന്നോട്ട് പോകുന്നത്. നോ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ്. ലാസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ്. എ പാർട്ണർ ഈസ് നോട്ട് എൻറ്റൈറ്റിൽ ടു ട്രാൻസ്ഫർ ഈസ് ഇൻട്രസ്റ്റ്. അയാളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊന്നും അങ്ങനെ പുറത്ത് ഒന്നും ചെയ്യാൻ പാടില്ല. ബിസിനസ്സിൻ്റെ ഇൻട്രസ്റ്റുകൾ പുറത്തേക്ക് ചെയ്യാൻ പാടില്ല. മറ്റുള്ളവരുടെ സമ്മതത്തോടു കൂടി മാത്രമേ ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് പാടുള്ളൂ. ദ പാർട്ണർഷിപ്പ് ഔട്ട്സൈഡർ വിത്തൗട്ട് ദി കൺസെൻറ്റ് ഓഫ് അതർ പാർട്ട്നേഴ്സ്. മറ്റുള്ളവരുടെ സമ്മതത്തോടു കൂടി, സമ്മതമില്ലാതെ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. പാർട്ണർ ഈസ് നോട്ട് എൻറ്റൈറ്റിൽ ടു ട്രാൻസ്ഫർ ഹിസ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഏതൊക്കെയായിരുന്നു ഫീച്ചേഴ്സ്? പിന്നെ 2 or more പേഴ്സൺ ഉണ്ടായാൽ പാർട്ണർഷിപ്പ് ഫോം ചെയ്യാം. ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. റിസ്ക് ടേക്കിംഗ് ഉണ്ട്, എല്ലാവരും കൂടി ഒരുമിച്ച് റിസ്ക് ടേക്കിംഗ് ആണ് ടീമായിട്ട്. പിന്നെ ഡിസിഷൻ മേക്കിംഗ് എല്ലാവരുടെ സമ്മതത്തോടു കൂടി മാത്രമേ പറ്റുള്ളൂ. കണ്ടിന്യൂറ്റി ഇല്ല. മെമ്പർഷിപ്പ് മിനിമം 2 ആളുകളുണ്ടായാൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. മെമ്പർഷിപ്പ് മിനിമം 2 ആളാണ് വേണം. പിന്നെ മ്യൂച്വൽ ഏജൻസി ആയിട്ട് വർക്ക് ചെയ്ത ബിസിനസ് ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി വൺ ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ ആണ്. നോ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻ, ഒരു അസ്തിത്വമില്ല, രണ്ടുപേരും തമ്മിൽ വ്യത്യാസമില്ല, ഒരുമിച്ചാണ്. ദെൻ ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ്, ബിസിനസ്സിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ ഒരിക്കലും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ പാർട്ണർഷിപ്പിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞു അല്ലേ? ഈ ഫീച്ചേഴ്സിൽ നല്ലതൊക്കെ നമുക്ക് മെറിറ്റ് എന്നുള്ള ലിസ്റ്റിൽ കൊടുക്കാം. അതിൽ ചീത്തതൊക്കെ നമുക്ക് ലിമിറ്റേഷൻസ്, ഡിമെറിറ്റ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് എന്ന ലിസ്റ്റിലും കൊടുക്കാം. പിന്നെ കുറച്ച് പോയിൻറ്റുകളും ആഡ് ചെയ്യാം. ഏകദേശം മീനിങ്ങും ഫീച്ചറും പഠിച്ചാൽ തന്നെ മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ് എന്നുള്ള ക്വസ്റ്റ്യന് നമുക്ക് സൂപ്പറായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഓരോ പോയിൻറ്റുകളും പറയുകയാണ്. മെറിറ്റ്സ് ഓഫ് പാർട്ണർഷിപ്പ്: ഈസി ഓഫ് ഫോർമേഷൻ ആൻഡ് ക്ലോഷർ. പെട്ടെന്ന് ഫോം ചെയ്യാനും പറ്റും, പെട്ടെന്ന് ബിസിനസ് പൂട്ടാനും പറ്റും. ഓക്കെ, ഈസി ഓഫ് ഫോർമേഷൻ ആൻഡ് ക്ലോഷർ. സെക്കൻഡ് മെറിറ്റ് എന്ന് പറയുന്നത് ബാലൻസ്ഡ് ഡിസിഷൻ മേക്കിംഗ് ആണ്. സന്തുലിതമായ തീരുമാനം എടുക്കലാണ്. കാരണം ബിസിനസ്സിൽ പല ആളുകളും പാർട്ട്നേഴ്സ് ഉണ്ടാവുമല്ലേ, ക്യാഷ് ഒരുപാട് ആളുകൾ ഇറക്കിയിട്ടുണ്ടാവും പാർട്ട്നേഴ്സായിട്ട്. ഇതിൽ പല ആളുകൾക്കും പല ഫീൽഡിലായിരിക്കും എക്സ്പീരിയൻസ് ഉണ്ടാകുക. അവർക്ക് അവരുടെ ഫീൽഡിൽ വർക്ക് ചെയ്യാം, അത് അവരുടെ തീരുമാനത്തിനനുസരിച്ച്. അപ്പോൾ ബിസിനസ് ഒന്നുകൂടി മുന്നോട്ട് പോകും. ഓരോ പങ്കാളിയും അവർക്കുള്ള അതത് മേഖലയിൽ മികവനുസരിച്ച് സ്ഥാപനത്തിൻ്റെ വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. അടുത്തത് മോർ ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്, അതായത് മോർ ഫണ്ട്. അതായത് ഒരുപാട് ക്യാഷ് കിട്ടും, കളക്ഷൻ ഒരുപാട് ക്യാഷ് ഉണ്ടാവും. കാരണം ഒരാളെ കയ്യിൽ നിന്ന് മാത്രമല്ല നമ്മൾ ക്യാഷ് വാങ്ങുന്നത്. പാർട്ട്നേഴ്സ് ഒരുപാട് ആളുകൾ ക്യാഷ് ഇറക്കുമ്പോൾ വലിയ ക്യാപിറ്റൽ കിട്ടും, വലിയൊരു ബിസിനസ്സായിട്ട് തന്നെ തുടങ്ങാൻ പറ്റും. അതാണ് മോർ ക്യാപിറ്റൽ. അടുത്ത ടോപ്പിക്ക് ഷെയറിങ് ഓഫ് റിസ്ക് ആണ്. അതായത് ഇത് നമ്മൾ ഫീച്ചേഴ്സിൽ പറഞ്ഞ കാര്യമാണ് അല്ലേ, റിസ്ക് ഷെയർ ചെയ്യുന്ന. സോൾ പ്രൊപ്പറേറ്റർഷിപ്പിലാകുമ്പോൾ നമുക്ക് റിസ്ക് ഷെയർ ചെയ്യാൻ ആളില്ല, നമ്മൾ തന്നെ സ്വന്തം സഹിക്കണം. ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആകുമ്പോൾ. അതേസമയം പാർട്ണർഷിപ്പ് ആകുമ്പോൾ റിസ്ക് ഷെയർ ചെയ്യാൻ ആളുണ്ട്. നമ്മൾക്കറിയാം അല്ലേ, ഒരു പൊതു തത്വമാണ്, സന്തോഷം പങ്കുവെച്ചാൽ ഇരട്ടിക്കും, സങ്കടം പങ്കുവെച്ചാൽ പകുതിയാവും നമ്മൾ പറയുന്ന ഒരു ചൊല്ലാണ് അല്ലേ. അപ്പോൾ അതുപോലെ റിസ്ക് ഷെയർ ചെയ്യാൻ ഒരാൾ കൂടി ഉണ്ടാവുമ്പോൾ നമുക്കതൊരു ബാധ്യതയായി തോന്നില്ല. ഓക്കെ, അടുത്ത പോയിൻ്റ് പറഞ്ഞത് സീക്രസി ഓഫ് ഡോക്യുമെൻ്റ്. അതായത് അവരുടെ ഡീറ്റെയിൽസ് ഒന്നും പുറത്തേക്ക് പബ്ലിസിറ്റി ആക്കേണ്ട ആവശ്യമില്ല. ബിസിനസ്സിൻ്റെ ഒരു സീക്രട്ടും പുറത്ത് പറയണ്ട. ഇനി മറ്റു ഗവൺമെൻറ്റിനോടോ നമുക്കതിനെ ബോധിപ്പിക്കേണ്ട, മറ്റു അധികാരികളുടെ മുന്നിലോ നമുക്കത് ബോധിപ്പിക്കേണ്ട. അതുകൊണ്ട് തന്നെ ബിസിനസ്സിൻ്റെ സീക്രട്ടുകൾ രഹസ്യമായിട്ട് തന്നെ നിലനിൽക്കും. അത് ഒരിക്കലും പബ്ലിസിറ്റി ആയി പോവില്ല എന്നാണ് ഇതിൻ്റെ ഒരു ഗുണമായിട്ട് പറയുന്നത്. ആ പാർട്ട്നേഴ്സ് മാത്രമേ അറിയുകയുള്ളൂ.
അപ്പോൾ ഏതൊക്കെയാണ് മെറിറ്റ്സ്? ഈസി ഫോർമേഷൻ ആൻഡ് ക്ലോഷർ, ബാലൻസ്ഡ് ഡെസിഷൻ മേക്കിംഗ്, ദെൻ മോർ ഫണ്ട്, ദെൻ ഷെയറിംഗ് ഓഫ് റിസ്ക് ആൻഡ് സീക്രസി. മെറിറ്റ്സ് പറഞ്ഞ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് അല്ലേ, ഡിമെറിറ്റ് പറയണം, ലിമിറ്റേഷൻസ്, ഡിസഡ്വാൻറ്റേജസ് ഓർ ഡിമെറിറ്റ്സ് ഓഫ് പാർട്ണർഷിപ്പ്. ഫസ്റ്റ്, അൺലിമിറ്റഡ് ലയബിലിറ്റി, ബാധ്യത അക്ലിപ്തമാണ്, ഒരു പരിധിയില്ലാത്ത ബാധ്യതയാണ്. കാരണം എത്രയാണോ നഷ്ടം ഫുള്ള് അവർ കൊടുത്തു തീർക്കേണ്ടി വരും. നെക്സ്റ്റ് പോയിൻ്റ്, ലിമിറ്റഡ് റിസോഴ്സസ് ആണ്. അതായത് ചിലപ്പോൾ പാർട്ണർഷിപ്പിൽ ആളുകളുടെ എണ്ണം കുറവാണെങ്കിൽ അവർ കൊണ്ടുവരുന്ന ക്യാഷ് മാത്രമേ ബിസിനസ്സിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ റിസോഴ്സസ് കുറവായിരിക്കും, അതൊരു ഫോൾട്ടായിട്ട് പറയാം. നെക്സ്റ്റ് ഫോൾട്ട് എന്ന് പറയുന്നത് പോസിബിലിറ്റി ഓഫ് കോൺഫ്ലിക്റ്റ് പറഞ്ഞാൽ തർക്കം, അതായത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. കാരണം ഒരാൾ ഒറ്റയ്ക്കുള്ള ബിസിനസ്സാണെങ്കിൽ അയാൾക്ക് എന്തും ചെയ്യാൻ തീരുമാനിക്കാം. പക്ഷേ രണ്ടോ അതിലധികമോ ആളുകൾ ഉണ്ടാകുമ്പം ഒരുപാട് അഭിപ്രായങ്ങളുണ്ടാവും. ഈ അഭിപ്രായ ബിസിനസ്സിനെ നന്നായിട്ട് ബാധിക്കും. അങ്ങനെ അഭിപ്രായ വ്യത്യാസം കാരണം ബിസിനസ്സിൽ തർക്കങ്ങളുണ്ടാകും. പോസിബിലിറ്റി ഓഫ് കോൺഫ്ലിക്റ്റ്. അടുത്തൊരു ഫോൾട്ട് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റിയാണ്. അതായത് ബിസിനസ്സിലെ പാർട്ണർ ഏതെങ്കിലും ഒന്ന് മരിക്കുക അല്ലെങ്കിൽ പാപ്പരാവുക അങ്ങനെ എന്തെങ്കിലും പ്രശ്നമൊക്കെ വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ബിസിനസ് ക്ലോസ് ചെയ്യേണ്ടി വരും. പാർട്ണർഷിപ്പൊക്കെ എസ്പെഷ്യലി പാർട്ണർഷിപ്പ് അധികം ക്ലോസ് ചെയ്യാണ് ചെയ്യുക അങ്ങനെ ഒരു സന്ദർഭം വരുമ്പോൾ. അതുകൊണ്ട് തന്നെ ബിസിനസ്സിലൊരാളെ മരണം, ഒരു പാർട്ണറുടെ മരണം ചിലപ്പോൾ ബിസിനസ്സിൻ്റെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടും, തുടർച്ച ഉണ്ടാവില്ല, അത് അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി. അടുത്തൊരു ഫോൾട്ട് പറഞ്ഞത് ലാക്ക് ഓഫ് പബ്ലിക് കോൺഫിഡൻസ്. പൊതുജനത്തിന് ആ ബിസിനസ് സ്ഥാപനത്തിൽ ഒരു വിശ്വാസക്കുറവുണ്ടാവും. കാരണം പൊതുജനങ്ങൾ അറിയുന്നില്ല ഈ ബിസിനസ് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ, അതിൻ്റെ ഒരു ഡീറ്റെയിൽസും പബ്ലിക്കിന് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ പബ്ലിക്കിന് അതൊരു വിശ്വാസം ഉണ്ടാവില്ല. ഈ ബിസിനസ് എത്ര മുന്നോട്ട് പോകുന്നത് നല്ല ബിസിനസ്സാണോ ഒന്നും പബ്ലിക്കിന് അവരെ കുറിച്ചിട്ടൊരു വിശ്വാസം ഉണ്ടാവില്ല. അതൊരു ഫോൾട്ടായിട്ട് നമുക്ക് പറയാം. ലാക്ക് ഓഫ് പബ്ലിക് കോൺഫിഡൻസ് ആണ് ഒരു ഫോൾട്ട്. അടുത്തൊരു ഫോൾട്ട് എന്ന് പറയുന്നത് നോ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഇൻട്രസ്റ്റ്, അതായത് കൈമാറാനാവാത്ത താല്പര്യം. ചിലപ്പം ബിസിനസ്സിൽ ഒരു പാർട്ണർക്ക് അയാളുടെ ബിസിനസ് അയാൾക്ക് താല്പര്യം ഉണ്ടാവില്ല. ആ താല്പര്യം അയാൾ വേറെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന വേറെ ആൾക്ക് അത് കൊടുക്കുകയാണെങ്കിൽ ആ പാർട്ണർഷിപ്പ് എനിക്ക് വേണ്ട നീ എടുത്തോ എന്ന് പറഞ്ഞു കൊടുത്താൽ ഒരിക്കലും അതിനെ അംഗീകരിക്കില്ല. അപ്പോൾ അയാൾ ഇഷ്ടമില്ലെങ്കിലും ബിസിനസ് എന്നാണോ ക്ലോസ് ചെയ്യണം അതുവരെ ബിസിനസ്സിൽ തുടർന്നു കൊണ്ട് പോവേണ്ടി വരും, അല്ലെങ്കിൽ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ളൊരു പ്രശ്നം കൂടി ഇതിൽ നമുക്ക് പറയാം. അതായത് നോൺ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഇൻട്രസ്റ്റ്, അത് നമ്മൾ ഫീച്ചറിൽ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഡിമെറിറ്റ്സ് എന്തൊക്കെയായിരുന്നു? അൺലിമിറ്റഡ് ലയബിലിറ്റി, ലിമിറ്റഡ് റിസോഴ്സസ്, പോസിബിലിറ്റി ഓഫ് കോൺഫ്ലിക്റ്റ് തർക്കത്തിന് സാധ്യത, ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി തുടർച്ചയില്ല, ലാക്ക് ഓഫ് പബ്ലിക് കോൺഫിഡൻസ് പൊതുജനത്തിന് വിശ്വാസമില്ല, പിന്നെ നോൺ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഇൻട്രസ്റ്റ്. ഇനി ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിലപ്പോൾ ഒരു എസ്സേക്ക് വരെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ്. വിവിധ തരം പാർട്ട്നേഴ്സ് ഏതൊക്കെ? പാർട്ട്നേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഒരുവിധം പാർട്ട്നേഴ്സ് പല വിധത്തിൽ പാർട്ട്നേഴ്സ് ഉണ്ട് എന്ന്. ഏതൊക്കെ വിധത്തിലാണ് പാർട്ട്നേഴ്സ് ഉള്ളതെന്നാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ആക്റ്റീവ് ഓർ വർക്കിംഗ് പാർട്ട്ണർ. പേരിൽ തന്നെ ഉണ്ട് അല്ലേ, എന്താണ്? ആക്റ്റീവാണ്. എ പാർട്ട്ണർ ഹൂ കോൺട്രിബ്യൂട്ട് ക്യാപിറ്റൽ ആൻഡ് ടേക്ക് ആക്റ്റീവ് ഇൻട്രസ്റ്റ് ഇൻ ദ ഡേ ടു ഡേ അഫയേഴ്സ് ഓഫ് ദി ഫേം ഈസ് കോൾഡ് ആക്റ്റീവ് പാർട്ട്ണർ. അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ക്യാഷ് ഇറക്കുക മാത്രമല്ല അയാൾ ചെയ്യുന്നത്, അയാൾ ആ ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ദൈനംദിന വർക്കുകളിലും ചേർന്ന് ആ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്ന ആളാവുമ്പോൾ അത്തരം പാർട്ട്നേഴ്സിന് പറയുന്ന പേരാണ് ആക്റ്റീവ് ഓർ വർക്കിംഗ് പാർട്ട്നേഴ്സ്. അടുത്ത പാർട്ണർ ഇയാളുടെ നേരെ ഓപ്പോസിറ്റാണ്. ആക്റ്റീവ് പാർട്ണറുടെ ഓപ്പോസിറ്റ് സ്ലീപ്പിംഗ് ഓർ ഡോർമെൻറ്റ് പാർട്ട്നേഴ്സ്. അയാൾ എങ്ങനെ ആയിരിക്കും? വൺ ഹൂ ഡസ് നോട്ട് പ്ലേ ആൻ ആക്റ്റീവ് പാർട്ട്ണർ ഇൻ ദ ബിസിനസ് ഈസ് എ സ്ലീപ്പിംഗ് പാർട്ട്ണർ. ഹീ ഇൻവെസ്റ്റ് ക്യാപിറ്റൽ അയാൾ ഇൻവെസ്റ്റ് ചെയ്യും. ആൻഡ് ഷെയർ പ്രോഫിറ്റ് ഓൺ ലോസ്, ലാഭനഷ്ടം അയാൾ ഷെയർ ചെയ്യാനും തയ്യാറാണ്. ബട്ട് ഹീ ഈസ് ലയബിൾ ഫോർ ഓൾ ദി ഡെറ്റ്സ് ഓഫ് ദി ഫേം. അല്ല, കടത്തിനും അയാൾ ബാധ്യതയാണ്. പക്ഷേ ബിസിനസ്സിലെ ക്യാഷ് കൊണ്ട് ഇട്ട് പോയാൽ പിന്നെ അയാളെ ലാഭം വാങ്ങാനേ ഇതിനെ കാണുള്ളൂ. അതായത് അയാൾക്ക് ബിസിനസ്സിൽ ഒരു ആക്റ്റീവായിട്ട് അയാൾ ഒരു കാര്യം ചെയ്യൂല, ക്യാഷ് ബിസിനസ്സൊക്കെ തരും. ആ കാരണത്താൽ മാത്രം അയാൾ ബിസിനസ്സിൻ്റെ പാർട്ട്ണറാണെന്ന് പറയാം. അതായത് സ്ലീപ്പ്, ഉറങ്ങുക എന്ന് തന്നെ പറയാം അല്ലേ. ഒരാൾ വീട്ടിലുണ്ട് പക്ഷേ അയാൾ ഉറങ്ങുകയാണ്, ആ ഒരു കണ്ടീഷനാണ് സ്ലീപ്പിംഗ് പാർട്ട്ണർ എന്ന് പറയുന്നത്. അടുത്ത പാർട്ട്ണർ എന്ന് പറയുന്നത് സീക്രട്ട് പാർട്ട്ണർ. സീക്രട്ടാണ്, പേരിൽ തന്നെ മനസ്സിലാവും അല്ലേ. എ പാർട്ണർ ഹൂ ഡസ് നോട്ട് വാണ്ട് ടു റിവീൽ ഹിസ് അസോസിയേഷൻ വിത്ത് ദ പാർട്ണർഷിപ്പ് ഫോം ടു ദി ജനറൽ പബ്ലിക് ഈസ് കോൾഡ് സീക്രട്ട് പാർട്ണർ.
അതായത് ചില പാർട്ട്നേഴ്സ് ഉണ്ട്, അവർക്ക് പാർട്ട്ണർഷിപ്പിലൊക്കെ താല്പര്യമുണ്ട്, ബിസിനസ്സിലൊക്കെ താല്പര്യമുണ്ട്, ക്യാഷ് ഇറക്കിയിട്ടുണ്ട്. പക്ഷേ പബ്ലിക്കിനോട് അയാൾ ആ ബിസിനസ്സിലുണ്ട് എന്ന് പറയാൻ താല്പര്യം ഉണ്ടാവില്ല. അയാളുടെ പേര് അത് സീക്രട്ടായിട്ട് അവിടെ വെക്കും. അങ്ങനെ ഒരു പാർട്ട്ണർ അതിലുള്ളത് പുറമേ അറിയാതെ സീക്രട്ടായി വെക്കുമ്പോൾ അത്തരം പാർട്ട്നേഴ്സിനെ പറയുന്ന പേരാണ് സീക്രട്ട് പാർട്ട്നേഴ്സ്. അടുത്തൊരു പാർട്ട്ണർ ഉണ്ട്, സീക്രട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ്, നോമിനൽ പാർട്ട്ണർ. അതായത് എ നോമിനൽ പാർട്ട്ണർ ഈസ് വൺ ഹൂ അലോസ് ദ ഫേം ടു യൂസ് ഹിസ് നെയിം. അതായത് ഒരു ബിസിനസ്സിൽ അയാളുടെ പേര്, അയാൾ ആ ബിസിനസ്സിലുണ്ട് എന്ന് പറയുമ്പോൾ ആ ബിസിനസ്സിനൊരു ഫേമസ് വ്യക്തിയാണ്, ആ ബിസിനസ്സിനൊരു സ്റ്റാറ്റസാണത്. അതുകൊണ്ടാണല്ലോ അല്ലേ പല പരസ്യങ്ങളിലും ഫിലിം സ്റ്റാറും നമ്മളെ ക്രിക്കറ്റ് സ്റ്റാർസൊക്കെ പരസ്യം ചെയ്യുന്നത്, അംബാസിഡറൊക്കെ ആവാൻ കാരണം അവരുടെ പേരിൽ അത് ഇറക്കുമ്പോൾ ഒന്നുകൂടി അതിനൊരു ഫേമസ് ആണ്, അതിനൊന്നുകൂടി വാല്യുബിൾ ആവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള ആളുകളെ ഇറക്കുന്നത്. അതുപോലെ ഈ നോമിനൽ പാർട്ട്ണർ പറഞ്ഞാൽ ആ ബിസിനസ്സിൽ ഈ പാർട്ട്ണർ ഈ ഒരാളെ പേര് മാത്രമേ വെക്കുന്നുള്ളൂ, അയാൾ ക്യാഷ് ഇറക്കുന്നില്ല, പക്ഷെ അയാളുടെ പേര് അതിൽ വരുന്നുണ്ട്, പാർട്ട്ണർ എന്ന പേര് മാത്രമേ ഉൾക്കൊള്ളുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അയാളുണ്ട് എന്നുള്ള കാരണത്താൽ ആ ബിസിനസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ക്യാഷ് ഇറക്കിയിട്ടില്ലെങ്കിലും അയാളുടെ ലാബിലിറ്റി അൺലിമിറ്റഡ് ആണ്. ഓക്കെ, അടുത്തൊരു പാർട്ട്ണർ എന്ന് പറയുന്നത് പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ. അതായത് ഇഫ് എ പേഴ്സൺ ഹൂ ബൈ ഹിസ് ബിഹേവിയർ ഓർ വേർഡ്സ് ഗിവ്സ് ആൻ ഇംപ്രഷൻ ടു ദി തേർഡ് പാർട്ടി ദാറ്റ് ഹീസ് എ പാർട്ട്ണർ, ഹീസ് കോൾഡ് പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ. അതായത് ഒരാളെ സംസാരം കേട്ടിട്ട് അല്ലെങ്കിൽ അയാളുടെ പ്രവൃത്തി കണ്ടിട്ട് അയാളുടെ ആ സ്വഭാവം കണ്ടാൽ തോന്നും അയാളുടെ ആ ബിസിനസ്സിലെ പാർട്ട്ണറാണ്. നമ്മൾ പറയില്ലേ അതിൻ്റെ മുതലാളി തന്നെയാണ് അതെന്ന് തോന്നും, അയാളുടെ ഓണറാണത്, അല്ലെങ്കിൽ ആ ബിസിനസ്സിൽ എന്തോ ഒരു പാർട്ട്ണർഷിപ്പ് അതിലുണ്ട് അയാൾക്ക് നമ്മൾ പറയും. എവിടെ അയാൾ അതിലെ പാർട്ട്ണറൊന്നും ആവില്ല. അങ്ങനെ ആളുകൾ തെറ്റിദ്ധരിച്ചിട്ട് അങ്ങനെ പറയുന്ന ആ പാർട്ട്ണർക്ക് പറയുന്ന പേരാണ് പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ. ഇഫ് എ പേഴ്സൺ ഹൂ ബൈ ഹിസ് ബിഹേവിയർ, പെരുമാറ്റം, ഓർ വേർഡ്സ്, അയാളുടെ സംസാരം, ഗിവ് ആൻ ഇംപ്രഷൻ ടു ദി തേർഡ് പാർട്ടി, മൂന്നാമതൊരാൾക്ക് തോന്നുകയാണ് ദാറ്റ് ഹീസ് എ പാർട്ട്ണർ, ദാറ്റ് ഈസ് കോൾഡ് പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ. ഇനി അടുത്ത പാർട്ട്ണർ എന്ന് പറയുന്നത് പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട്. ഹോൾഡിംഗ് ഔട്ട് എന്താണ്? എ പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട്, എ പാർട്ട്ണർ ഹൂ ദോ ഹീ ഈസ് നോട്ട് എ പാർട്ട്ണർ, അയാൾ പാർട്ട്ണർ അല്ല, ബട്ട് നോയിങ്ലി അലോ ഹിംസെൽഫ് ടു ബി റെപ്രസെൻറ്റഡ് ആസ് എ പാർട്ട്ണർ ഇൻ എ ഫേം. അയാൾക്ക് ആ പാർട്ട്ണർഷിപ്പിൽ ഫേമിൽ പാർട്ട്ണർ ആണെന്ന് പറയണതിന് അയാൾക്ക് കുഴപ്പമില്ല, ബട്ട് റിയലി ഹീ ഈസ് നോട്ട് എ പാർട്ട്ണർ അല്ല. ഇഫ് ഹി ഡസ് നോട്ട് ഡിനൈ സച്ച് representation, he is held out to be partner in the firm. He does not bring any capital nor does പാർട്ടിസിപ്പേറ്റ് ഇൻ ദി മാനേജ്മെൻറ്റ് ആൻഡ് പ്രോഫിറ്റ്. അതായത് അയാൾ ആ ബിസിനസ്സിലെ പാർട്ട്ണർ അല്ല, പക്ഷേ അയാൾ ഒരു പാർട്ട്ണർ എന്നുള്ള നിലയിലാണ് അയാളുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ആ രീതിയിൽ തന്നെ നിൽക്കും. പക്ഷേ മറ്റുള്ളവർക്ക് അറിയാം അയാൾ പാർട്ട്ണർ അല്ല എന്ന് അറിഞ്ഞാലും ഇല്ലെങ്കിൽ അയാൾ അവരോട് പറയുന്നില്ല. അയാൾ പാർട്ട്ണർ എന്നുള്ള രൂപത്തിൽ ഇങ്ങനെ നിന്ന് പോവുകയാണ് ആ ബിസിനസ്സിൽ. ഞാൻ പാർട്ട്ണർ അല്ല കേട്ടോ എന്ന് അയാളെ പറയുകയുമില്ല. പ്രഖ്യാപിത പങ്കാളി, പാർട്ട്ണർ എന്നുള്ള പ്രഖ്യാപിച്ച ലെവലിലാണ് അയാൾ മുന്നോട്ട് പോവുക. പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട്, പ്രഖ്യാപിത പങ്കാളി. ഏഴാമത്തെ പാർട്ട്ണർ എന്ന് പറയുന്നത് മൈനർ പാർട്ട്ണറാണ്. മൈനർ പറഞ്ഞാൽ ആരാ? 18 വയസ്സിൽ താഴെയുള്ള ആളുകൾ അല്ലേ, 18 വയസ്സ് തികയാത്ത ആളാണ് മൈനർ എന്ന് പറയുന്നത്. ഈ മൈനർക്ക് ഒരു ബിസിനസ്സിൽ പാർട്ട്ണർ ആവാം. ഓക്കെ, അങ്ങനെ ആവുന്ന പാർട്ട്ണറെ പറയുന്ന പേരാണ്, 18 വയസ്സിൻ്റെ താഴെയുള്ള ഒരാൾ ബിസിനസ്സിൽ ക്യാഷ് ഇറക്കുമ്പോൾ, പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ക്യാഷ് ഇറക്കിയാൽ അയാളെ പറയുന്ന പേരാണ് മൈനർ പാർട്ട്ണർ. ഓക്കെ, മൈനർ പാർട്ട്ണറുടെ ലാബിലിറ്റി ലിമിറ്റഡ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, മൈനർ പാർട്ട്ണറുടെ ലാബിലിറ്റി ലിമിറ്റഡ് ആണ്. ഇനി ഓരോ പാർട്ട്നേഴ്സിൻ്റെ ഒരു കൺക്ലൂഷൻ എന്നുള്ള നിലക്ക് ഈ ഒരു ഗ്രാഫ് ഒന്ന് നോക്കുക. ഇതിൽ ഓരോ പാർട്ട്നേഴ്സിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. അവരെ ക്യാഷ് ഇറക്കണോ, അവരുടെ മാനേജ്മെൻറ്റ് ലെവലിൽ അവർക്ക് പങ്കാളിത്തം ഉണ്ടോ, അവർക്ക് പ്രോഫിറ്റ് ഷെയർ ഉണ്ടോ, അവരുടെ ലാബിലിറ്റി എന്താണ് എന്നൊക്കെ വെച്ചിട്ട് കൃത്യമായിട്ട് ഗ്രാഫിലുണ്ട്, ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് വിവിധ തരം സംരംഭങ്ങളെ കുറിച്ചിട്ടാണ്. അതായത് ടൈപ്സ് ഓഫ് പാർട്ട്ണർഷിപ്പാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞത് ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സാണ്, മാറിപ്പോവരുത്. വിവിധ തരം പങ്കാളികളെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. ഇനി വിവിധ തരം പങ്കാളിത്തങ്ങളെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്.
ഓക്കെ, മാറിപ്പോകരുത്. ഈ ഗ്രാഫിലൊന്ന് നോക്കുക ഏതൊക്കെയായിരുന്നു ടൈപ്സ് ഓഫ് പാർട്ട്ണർഷിപ്പാണ്, പാർട്ട്നേഴ്സ് അല്ല. ടൈപ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഡ്യൂറേഷനും ഉണ്ട്, ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റി ഉണ്ട്. അതുതന്നെ ഡ്യൂറേഷൻ ബേസിൽ പാർട്ട്ണർഷിപ്പ് അറ്റ് വില്ലും പർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പും ഉണ്ട്. ഓൺ ദ ബേസ് ഓഫ് ലയബിലിറ്റിയിൽ നമ്മളെ സ്ഥിരം ജനറൽ പാർട്ട്ണർഷിപ്പും ഉണ്ട്, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പും ഉണ്ട്. ഓക്കെ, നമ്മൾ ഗ്രാഫിൽ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് ഡ്യൂറേഷൻ, കാലാവധിയുടെ അടിസ്ഥാനത്തിൽ പാർട്ണർഷിപ്പ് അറ്റ് വില്ലുണ്ട്. ഇഫ് ദ ഡ്യൂറേഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഈസ് നോട്ട് ഫിക്സഡ് ഇൻ ദ പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് ഈസ് കോൾഡ് പാർട്ണർഷിപ്പ് അറ്റ് വില്ല്. അതായത് പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു എഗ്രിമെൻ്റ് ആണല്ലോ, എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ 2 or more പേഴ്സൺ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ എഗ്രിമെൻറ്റിൽ ബിസിനസ്സിൻ്റെ കാലാവധി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എത്ര കാലത്തിനുള്ള ബിസിനസ്സാണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ആ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യാം. അതാണ് പറയുന്നത് യഥേഷ്ട പങ്കാളിത്തം എന്നാണ് പറയുന്നത്, പാർട്ണർഷിപ്പ് അറ്റ് വിൽ. ഡ്യൂറേഷൻ ബേസിൽ രണ്ടാമത്തെ പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് പർട്ടിക്കുലർ പാർട്ണർഷിപ്പ്, അതായത് പിന്നെ നിശ്ചിത പങ്കാളിത്തമാണ്. എ പാർട്ണർഷിപ്പ് ഫോംഡ് ഫോർ എ പർട്ടിക്കുലർ പർപ്പസ് ഓർ ഫോർ എ ഫിക്സഡ് പീരിയഡ് ഈസ് കോൾഡ് പർട്ടിക്കുലർ പാർട്ണർഷിപ്പ്. ആ പേരിൽ തന്നെ പർട്ടിക്കുലറാണ്, അതായത് ഒരു പ്രത്യേക കാര്യത്തിനും വേണ്ടി അഗ്രിമെൻ്റ് ചെയ്തൊരു ബിസിനസ്. ഇപ്പോൾ ഒരു ഫ്ലാറ്റിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് രണ്ടും എൻജിനീയർമാർ പാർട്ട്നേഴ്സായിട്ട് നടത്താമെന്ന് പറഞ്ഞു. ആ ഫ്ലാറ്റിൻ്റെ വർക്ക് കഴിഞ്ഞതോടുകൂടി അവരുടെ പാർട്ണർഷിപ്പ് ഓട്ടോമാറ്റിക് ക്ലോസ് ആകും. അതാണ് പർട്ടിക്കുലർ പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എന്താണോ ലക്ഷ്യം, അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ള പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആ ഒരു വർഷം കഴിഞ്ഞാൽ ആ ബിസിനസ് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആവും. അത്തരം പാർട്ണർഷിപ്പിന് പറയുന്ന പേരാണ് പർട്ടിക്കുലർ പാർട്ണർഷിപ്പ്. അതായത് എ പാർട്ണർഷിപ്പ് ഫോംഡ് ഫോർ എ പർട്ടിക്കുലർ പർപ്പസ് ഓർ ഫോർ എ ഫിക്സഡ് പീരിയഡ് ഈസ് കോൾഡ് പർട്ടിക്കുലർ പാർട്ണർഷിപ്പ്. ഓൺ ദ ബേസിസ് ഓഫ് ഡ്യൂറേഷൻ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്താ? ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റി. ലയബിലിറ്റി ബേസിൽ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ജനറൽ പാർട്ണർഷിപ്പ്. അത് നമുക്കെല്ലാവർക്കും അറിയുന്ന പൊതുവായിട്ടുള്ള പാർട്ണർഷിപ്പാണ്. അതായത് ലയബിലിറ്റിൻ്റെ ബേസിൽ, ബാധ്യതയുടെ അടിസ്ഥാനത്തിൽ. പാർട്ണർഷിപ്പ് ഇൻ വിച്ച് ദ ലയബിലിറ്റി ഓഫ് പാർട്ട്നേഴ്സ് ഈസ് അൺലിമിറ്റഡ് ഈസ് നോൺ ആസ് ജനറൽ പാർട്ണർഷിപ്പ്. നമ്മളെ നാട്ടിൽ ഇന്ത്യയിലൊക്കെ ഉള്ള പൊതുവായിട്ടുള്ള പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് ജനറൽ പാർട്ണർഷിപ്പാണ്. അതായത് പാർട്ട്നേഴ്സിൻ്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആയിട്ടുള്ള പാർട്ണർഷിപ്പാണ്. ഓക്കെ, അതേസമയം ലിമിറ്റഡ് പാർട്ണർഷിപ്പാണ് അതിൻ്റെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ. ലിമിറ്റഡ് ആണ്, നമ്മൾ കേൾക്കാത്തല്ലേ, നമ്മൾ പാർട്ണർഷിപ്പ് പഠിച്ചപ്പോൾ എന്താ പറഞ്ഞത്, ലയബിലിറ്റി അൺലിമിറ്റഡ് ആണെന്നാണ്. അപ്പോൾ പാർട്ണർഷിപ്പ് ഇൻ വിച്ച് ദ ലയബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ പാർട്ണർ ഈസ് അൺലിമിറ്റഡ് ആൻഡ് ദ അതേഴ്സ് ലിമിറ്റഡ് ലയബിലിറ്റി ഈസ് നോൺ ആസ് ലിമിറ്റഡ് പാർട്ണർഷിപ്പ്. അതായത് ഒരു പാർട്ണർഷിപ്പ് ഫേമിൽ ഒരാളുടെ ലയബിലിറ്റി അൺലിമിറ്റഡ്, ഒരു പാർട്ട്ണറുടെ ലയബിലിറ്റി അൺലിമിറ്റഡും ബാക്കിയുള്ള എല്ലാ പാർട്ട്നേഴ്സിൻ്റെ ലയബിലിറ്റി ലിമിറ്റഡുമായ പാർട്ണർഷിപ്പിന് പറയുന്ന പേരാണ് ലിമിറ്റഡ് പാർട്ണർഷിപ്പ്. ഒരാളുടെ ലയബിലിറ്റി അൺലിമിറ്റഡ്, ബാക്കിയുള്ളവരതൊക്കെ അൺലിമിറ്റഡ്. ഓക്കെ, അത്തരം പാർട്ണർഷിപ്പിന് പറയുന്ന പേരാണ് ലിമിറ്റഡ് പാർട്ണർഷിപ്പ്. ദിസ് കൈൻഡ് ഓഫ് പാർട്ണർഷിപ്പ് ഈസ് റയർലി ഫൗണ്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ വളരെ ചുരുക്കമാണ് ഇത്തരം പാർട്ണർഷിപ്പ്. നമ്മളെ ഇന്ത്യയിലൊക്കെ ഏറ്റവും കൂടുതലുള്ളത് ജനറൽ പാർട്ണർഷിപ്പാണ്. അതായത് എല്ലാ പാർട്ട്നേഴ്സിൻ്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പം 4 തരം പാർട്ണർഷിപ്പ് ഫേമുകളാണുള്ളത്, ടൈപ്സ് ഓഫ് പാർട്ണർഷിപ്പ്. ഫസ്റ്റ് വൺ, പാർട്ണർഷിപ്പ് അറ്റ് വില്ല്, ഏത് സമയത്ത് വേണമെങ്കിലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുക. അതേസമയം രണ്ടാമത്തെ പാർട്ണർഷിപ്പ്, പർട്ടിക്കുലർ പാർട്ണർഷിപ്പ്, ഒരു പ്രത്യേക പർപ്പസ് പറഞ്ഞിട്ട് അല്ലെങ്കിൽ പ്രത്യേക കാലാവധി പറഞ്ഞിട്ട് ഉണ്ടാക്കുള്ള, കാലാവധി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാം. മൂന്നാമത്തത് ജനറൽ പാർട്ണർഷിപ്പ് ഓർ ഓർഡിനറി പാർട്ണർഷിപ്പ്, അത് പൊതുവായിട്ട് എല്ലായിടത്തും ഉള്ള ഒരു പാർട്ണർഷിപ്പാണ് ജനറൽ പാർട്ണർഷിപ്പ്, ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. അതേസമയം നാലാമത്തെ പാർട്ണർഷിപ്പ് ലിമിറ്റഡ് പാർട്ണർഷിപ്പ്. ലിമിറ്റഡ് പാർട്ണർഷിപ്പ് പറഞ്ഞാൽ ഒരാളുടെ ലയബിലിറ്റി അൺലിമിറ്റഡും ബാക്കിയുള്ള പാർട്ട്നേഴ്സിൻ്റെ ലയബിലിറ്റിയൊക്കെ ലിമിറ്റഡും ആയിട്ടുള്ള പാർട്ണർഷിപ്പാണ്. ഓക്കെ, ടൈപ്സ് ഓഫ് പാർട്ണർഷിപ്പ്. അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് പാർട്ണർഷിപ്പ് ഡീഡാണ്. അതൊക്കെ വൺ വേർഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. വാട്ട് യു മീൻ ബൈ പാർട്ണർഷിപ്പ് ഡീഡ്? അത് പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ആൻ അഗ്രിമെൻറ്റ് ബിറ്റ്വീൻ 2 or more പേഴ്സൺ ആണ്. ഈ അഗ്രിമെൻറ്റ് റിട്ടൺ ആവാം, ഓറൽ ആവാം, വാക്കാലുള്ള അഗ്രിമെൻ്റ് ആവാം, എഴുതിയ ഒരു അഗ്രിമെൻ്റ് ആവാം. അപ്പോൾ ഈ റിട്ടൺ അഗ്രിമെൻറ്റ് അതിന് പറയുന്ന പേരാണ് പാർട്ണർഷിപ്പ് ഡീഡ്. റിട്ടൺ അഗ്രിമെൻറ്റ് ഓർ റിട്ടൺ ഡോക്യുമെൻറ്റ് ഓഫ് എ പാർട്ണർഷിപ്പ് ഈസ് കോൾഡ്
പാർട്ണർഷിപ്പ് ഡീഡ്, പാർട്ണർഷിപ്പിൻ്റെ പ്രമാണം. ഇത് ഒരു ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നതാണ്. വാട്ട് ആർ ദ കണ്ടൻറ്റ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്? പാർട്ണർഷിപ്പ് ഡീഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ പ്രമാണത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവുക? ഒരു റിട്ടേൺ എഗ്രിമെൻ്റ് ആണെന്ന് പറഞ്ഞല്ലോ, ആ എഗ്രിമെൻറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എഴുതിയിട്ടുണ്ടാവുക എന്നാണ് പറയുന്നത്. ഒരു ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുക. അതിലൊരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് വൺ, നെയിം ഓഫ് ദി ഫേം, ആ സ്ഥാപനത്തിൻ്റെ പേര്, പാർട്ട്നേഴ്സിൻ്റെ അഡ്രസ്സ്, ദ ടേംസ് ആൻഡ് ഡ്യൂറേഷൻ ഓഫ് പാർട്ണർഷിപ്പ്, കാലാവധി, ദെൻ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ദി പാർട്ട്നേഴ്സ് കൊണ്ടുവന്ന ക്യാപിറ്റലിൻ്റെ എമൗണ്ട് എത്ര ഉണ്ടാവും, പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന റേഷ്യോ, പിന്നെ വിഡ്രോ, ഒരു പാർട്ട്ണർക്ക് എത്ര വിഡ്രോ ചെയ്യാം, ദെൻ മാനേജ്മെൻറ്റ്, ബിസിനസ് ആരും മാനേജ് ചെയ്യുന്നത്, ഓരോ പാർട്ട്നേഴ്സിനും കൊടുക്കേണ്ട സാലറി, പാർട്ട്നേഴ്സിൻ്റെ റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് പാർട്ട്നേഴ്സ്, അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന രീതി, ദെൻ അറേഞ്ച്മെൻറ്റ് ഫോർ ഓഡിറ്റ്, ദെൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ദെൻ സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട്, കേസൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ കൈകാര്യം ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊക്കെ, ഇനി അതർ ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സ്, ഇതെല്ലാം അടങ്ങിയതാണ് പാർട്ണർഷിപ്പ് ഡീഡ്. ഈ കാര്യങ്ങളൊക്കെ പാർട്ണർഷിപ്പ് ഡീഡിലുണ്ട് കേട്ടോ. വാട്ട് ആർ ദ കണ്ടൻറ്റ്സ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് ചോദിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ എഴുതണം. ഇനി അടുത്തത് രജിസ്ട്രേഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫോം, പങ്കാളിത്ത സ്ഥാപനത്തിൻ്റെ രജിസ്ട്രേഷൻ നിർബന്ധമില്ല. പക്ഷേ നിർബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ദോഷങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. കാരണം കേസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ രജിസ്ട്രേഷൻ നല്ലതാണ്. പാർട്ണർഷിപ്പ് ബിസിനസ്സിന് രജിസ്ട്രേഷൻ നിർബന്ധമില്ല, എന്നാൽ ബിസിനസ്സിന് രജിസ്ട്രേഷനാണ് ബെറ്റർ. അപ്പോൾ എഫക്റ്റ് ഓഫ് നോൺ രജിസ്ട്രേഷൻ, രജിസ്റ്റർ ചെയ്യാത്ത ഒരു പാർട്ണർഷിപ്പിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, അവർക്ക് രജിസ്റ്റർ ചെയ്യാത്ത സ്ഥാപനത്തിൻ്റെ ഒരു പാർട്ട്ണർക്ക് ആ പാർട്ണർഷിപ്പിനെതിരെ കേസ് കൊടുക്കാൻ പറ്റില്ല, അതിന് വാലിഡിറ്റി ഉണ്ടാവില്ല. ദെൻ സ്ഥാപനത്തിലെ തേർഡ് പാർട്ടിക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, പിന്നെ ആ സ്ഥാപനത്തിലെ മറ്റു പാർട്ട്നേഴ്സിനെതിരെ കേസ് കൊടുക്കാൻ പറ്റില്ല. ഈ 3 കാര്യങ്ങളും, ഇതുപോലുള്ള ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല അത് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ. അതേസമയം രജിസ്റ്റർ ചെയ്താലോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റും. അപ്പോൾ ഏറ്റവും നല്ലത് പാർട്ണർഷിപ്പും രജിസ്റ്റർ ചെയ്യുന്നതാണ്. രജിസ്ട്രേഷൻ നിർബന്ധമില്ലെങ്കിൽ രജിസ്ട്രേഷൻ നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ രജിസ്ട്രേഷൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണ് നമുക്കറിയണം അല്ലേ. പ്രൊസീജിയർ ഫോർ രജിസ്ട്രേഷൻ്റെ പ്രൊസീജിയർ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഏതൊരു കാര്യം നമ്മൾ പ്രൊസീജിയർ എന്തായിരിക്കും രജിസ്ട്രേഷൻ്റെ ഒക്കെ, ഫസ്റ്റ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കണം. സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ, ഒരു അപേക്ഷാ ഫോം സമർപ്പിക്കണം. ആ അപേക്ഷയിൽ എന്തൊക്കെ വേണം, സ്ഥാപനത്തിൻ്റെ പേര്, എവിടെ സ്ഥലം, അതിൻ്റെ അഡ്രസ്സ്, പാർട്ട്നേഴ്സിൻ്റെ പേര്, പാർട്ട്നേഴ്സിൻ്റെ അഡ്രസ്സ്, എത്ര കാലത്തിന്, ഡ്യൂറേഷൻ ബേസിലാണെങ്കിൽ എത്ര കാലത്തിനുള്ള പാർട്ണർഷിപ്പാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഫോമിൽ ഫില്ല് ചെയ്യണം. അടുത്ത പ്രൊസീജിയർ എന്ന് പറഞ്ഞത്, ഫോമൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, പേയ്മെൻറ്റ് ഓഫ് ഫീസ് അടക്കണം. രജിസ്ട്രാർ മുഖേന ഫീസ്, എത്ര ഫീസാണോ രജിസ്ട്രേഷനിൽ അത് അടക്കണം. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു, ഫീസ് അടച്ചൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ രജിസ്ട്രാർ നമ്മുടെ സ്ഥാപനത്തിന് ഒരു വെരിഫിക്കേഷൻ നടത്തും. ആ വെരിഫിക്കേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ ക്ലിയർ ആണെങ്കിൽ നമുക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പാർട്ണർഷിപ്പ് എന്ന ഈ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. പാർട്ണർഷിപ്പിൻ്റെ മീനിങ്, പിന്നെ മെറിറ്റ്സ്, ഡിമെറിറ്റ്, പിന്നെ നമ്മുടെ ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ്, ടൈപ്സ് ഓഫ് പാർട്ണർഷിപ്പ്, പിന്നെ പാർട്ണർഷിപ്പ് ഡീഡ് എന്താണ്, ഡീഡിൽ അടങ്ങിയിരിക്കുന്ന കണ്ടൻറ്റ് എന്തൊക്കെയാണ്, പിന്നെ രജിസ്ട്രേഷൻ ഓഫ് പാർട്ണർഷിപ്പും രജിസ്ട്രേഷൻ്റെ പ്രൊസീജിയറും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് തന്നെയാണ്. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.